ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ ഫലൂഡയാണ് കേട്ടോ. ഫലൂഡ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെയാണ് മേടിക്കാറുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഫലൂഡ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇപ്പം നമുക്ക് മാംഗോ സീസൺ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാങ്ങ വെച്ചിട്ടാണ് ഈ ഫലൂഡ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഫ്രൂട്ട്സും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ആപ്പിളിൻ്റെ പകുതി, അതുപോലെ തന്നെ കുറച്ച് സേമിയ വേവിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് സിറപ്പ്, ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഡേറ്റ് സിറപ്പാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സിറപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഡേറ്റ് സിറപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്കസ് കുതിർത്തി വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് കുതിർത്തിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആപ്പിളാണ് കേട്ടോ. ആപ്പിള് 2 ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയം ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തണ്ണിമത്തങ്ങയാണ് കേട്ടോ, ചെറിയ കഷ്ണാക്കിയിട്ടുള്ളത്. ഇതൊരു കളറിന് വേണ്ടി ചേർത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും കൂടി നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഇനി ഞാൻ കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് മാംഗോ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ മാംഗോ ഫലൂഡ ആയ കാരണം ഞാനിത് ചേർത്ത് കൊടുക്കുന്നതെന്ന് മാത്രം. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി സേമിയ ചേർത്ത് കൊടുക്കുക, കുറച്ച് തണ്ണിമത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുൾ നിറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഈ നോമ്പ് കാലത്തായാലും അതുപോലെ തന്നെ ഈ വേനൽക്കാലത്തായാലും നമുക്കിത് കഴിക്കുമ്പോൾ നല്ലൊരു എനർജിയാണ് ഫീൽ ചെയ്യുക കേട്ടോ. വേറെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഐസ്ക്രീം ഏറ്റവും ടോപ്പിൽ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓരോ ലെയറിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ലെയർ ഓരോ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്ലാസ് ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി, വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മറ്റേ ഡേറ്റ് സിറപ്പ് ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വേണമെങ്കിൽ കുറച്ചും കൂടി മുകളിൽ നമ്മുടെ നട്ട്സും അതുപോലെ തന്നെ ഞാൻ കാഷ്യൂവും അതുപോലെ തന്നെ ബദാമുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ഫലൂഡ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനിയിപ്പോൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഫലൂഡ, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സും അതുപോലെ അതൊക്കെ ഉള്ളിലൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ഫലൂഡ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് വരാം കേട്ടോ. താങ്ക് യു.